പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 9 തിങ്കൾ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്ന് അധികൃതർ. AB പോസിറ്റീവ്, B നെഗറ്റീവ്, A നെഗറ്റീവ് ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ട്. രക്തം ദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്നും ബ്ലഡ് ബാങ്ക് അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രാവിലെ 8-നും രാത്രി 8-നും ഇടയിൽ രക്തം ദാനം ചെയ്യാനുള്ളവർ എത്തണമെന്നും നിരവധി രോഗികൾ രക്തത്തിനായി കാത്തുനിൽക്കുകയാണെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. സുഹാർ സഹമിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവതി മരിച്ചു. മാന്നാർ കുളഞ്ഞ് കാരാഴ്മ ചെറുമനക്കാട്ടിൽ വലിയകുളങ്ങര സൂരജ് ഭവനത്തിൽ സുനിത റാണി ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആഷ്ലി മറിയം ബാബു 34 വയസ്സിന് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചോറോഡ് വാഹനാപകടം. സഹം സോഹാർ റോഡിലായിരുന്നു അപകടം. ഇരുവരും റോഡ് മുറിച്ച് കടക്കവേ വാഹനം ഇടിക്കുകയായിരുന്നു. സഹമിൽ സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിൽ തെറാപ്പിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു ഇരുവരും. 3 മാസം മുമ്പാണ് സുനിത റാണി നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത്. കടമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരനും കേരള NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവുമായ NC സുഭാഷ് ആണ് ഭർത്താവ്. മകൻ സൂരജ്, പിതാവ് ഗോപാലൻ ആചാരി, മാതാവ് രത്നമ്മ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. തലസ്ഥാന നഗരിക്ക് വിസ്മയ കാഴ്ചകളുടെ പൂക്കാലമൊരുക്കാൻ പ്രഥമ മസ്കത്ത് ഫ്ലവർ ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഗുറം നാച്ചുറൽ പാർക്കിലാണ് പുഷ്പമേള നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിൽ എത്തുമെന്നും അന്താരാഷ്ട്ര പുഷ്പ ഡിസൈനർമാരുൾപ്പെടെ മേളയുടെ ഭാഗമാകുമെന്നും അധികൃതർ അറിയിച്ചു. മണ്ണിൽ നട്ട ചെടികൾ മുതൽ വായുവിൽ വളരുന്നതുവരെ പ്രദർശനത്തിൽ കാണാം. കാലങ്ങളോളം ചില്ലുകൂട്ടിൽ ഉറങ്ങുന്ന പൂക്കളടക്കം അതിശയിപ്പിക്കുന്ന കാഴ്ചകളാൽ സമ്പന്നമാകും മസ്കത്ത് ഫ്ലവർ ഷോ. പുഷ്പക്രമീകരണത്തിലെ കലാപരമായ കഴിവുകളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം. ഫ്രാൻസ്, നെതർലൻഡ്, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്തർദേശീയ പ്രശസ്തരായ ഫ്ലവർ ഡിസൈനർമാരുടെയും ഒമാനിലെ പ്രശസ്ത ഫ്ലോറിസ്റ്റുകളുടെയും കലാവൈഭവം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. വേൾഡ് അസോസിയേഷൻ ഓഫ് ഫ്ലോറൽ ആർട്ടിസ്റ്റുകളിൽ അംഗമാകുന്ന GCCയിലെ ആദ്യത്തെ രാജ്യമാണ് ഒമാൻ. ഗ്രാൻഡ് ഫ്ലോറൽ സെന്റർ പീസ്, അത്ഭുതങ്ങളുടെ വേരുകൾ, സ്വപ്നങ്ങളുടെ മേലാപ്പുകൾ എന്നിങ്ങനെയുള്ള അതിശയകരമായ കലാസൃഷ്ടികൾ കാണികളെ ആകർഷിക്കുന്നതാകും. സിംഗപ്പൂർ, തായ്ലൻഡ്, ചൈന, USA എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ടീമാണ് ഫ്ലവർ ഷോ അണിയിച്ചൊരുക്കുന്നത്. മസ്കത്ത് നൈറ്റ്സ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ 23 മുതൽ ജനുവരി 21 വരെ ഖുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പബ്ലിക് പാർക്ക്, നസീം പബ്ലിക് പാർക്ക്, അൽഹയിൽ ബീച്ച്, വാദി അൽ ഖൗദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തിനുടനീളം ഒന്നിലധികം വേദികളിലാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുക. 700-ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഒരുക്കുന്നുണ്ട്. ഗുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും. ഡ്രോൺ ലൈറ്റ് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും. ഫുഡ് ഫെസ്റ്റിവൽ, വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയൻ തുടങ്ങി ചില ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകൾ ഉണ്ടാകും. ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ, ലൈഫ് ഡ്രോയിങ്ങുകൾ, കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്ക് ആവേശം പകരാൻ വാർണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമാകും. തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഗുറം നാച്ചുറൽ പാർക്കിൽ ആയിരിക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് ടൂറിസ്റ്റ് പ്രൊജക്ടുകൾ, കാറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ് സേവനദാതാക്കളിൽ നിന്ന് മുനിസിപ്പാലിറ്റി ബിഡുകൾ ക്ഷണിച്ചു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്ലൈനിംഗ്,
മൗണ്ടൻ ബൈക്കിംഗ്, ഓഫ് റോഡ് വെഹിക്കിൾസ് ചലഞ്ചുകൾ, ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവയ്ക്ക് വാദി അൽ ഖൗദ് വേദിയാകും. ബീച്ച് ഫുട്ബോൾ, വോളിബോൾ, ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിൽ നടക്കും. കൂടാതെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ സാഹിത്യ സായാഹ്നങ്ങൾ, കലാപ്രദർശനങ്ങൾ എന്നിവയും നടക്കും. ഏകദേശം 10 ലക്ഷത്തോളം സന്ദർശകരെ ഫെസ്റ്റിവലിൽ ആകർഷിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ശൈത്യകാല ടൂറിസത്തിന് മസ്കറ്റ് നൈസ് ഒരു മുതൽക്കൂട്ടാവുമെന്നും കരുതുന്നു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വദേശിയെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു. ഗസബ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നയാളെ മസ്കറ്റ് ഗവർണറേറ്റിലെ റോയൽ ആശുപത്രിയിലേക്കാണ് ഏവിയേഷൻ എയർലിഫ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയം എക്സിൽ കുറിച്ചു. അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി 191 അണക്കെട്ടുകൾ നിലവിലുണ്ടെന്നും ഇവിടങ്ങളിലായി 357.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം ശേഖരിക്കാനാകുമെന്നും കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം റിപ്പോർട്ട്. അണക്കെട്ടുകളിലെ ജലശേഖരം രാജ്യത്തെ കാർഷിക മേഖലയെ വലിയ തോതിൽ സഹായിക്കുന്നുവെന്നും ജലം സംഭരിക്കുന്നതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിൽ മാത്രം പുതുതായി നിരവധി അണക്കെട്ടുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വാദി അതായി, വാദി അൽ ഖൂദ്, ഗുറിയാത്ത് മജ്ലിസ്, അൽ അൻസബ്, വാദി അൽ അൻസബ് എന്നിവിടങ്ങളിലാണ് പുതിയ അണക്കെട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഒമാനിലെ ഏറ്റവും വലിയ ജലസംഭരണികളായ ഗുറിയാത്ത്, സീബ്, ആമിറാത്ത്, അൽ അൻസബ് അണക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. സോക്ക ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം ചൂടി ആതിഥേയർ. സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നടന്ന ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കസാഖിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ ചാമ്പ്യന്മാരായത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഒമാൻ കിരീടത്തിൽ മുത്തമിട്ടത്. നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 1-1 സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. ഷൂട്ടൌട്ടിൽ ഒമാൻ 2 ഗോളുകൾ നേടിയപ്പോൾ കസാഖിസ്ഥാന് 1 ഗോൾ മാത്രമേ നേടാനായുള്ളൂ. നേരത്തെ സെമിയിൽ റൊമാനിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഒമാൻ ഫൈനലിൽ ഇടം നേടിയത്. 5 ടീമുകൾ വീതം 8 ഗ്രൂപ്പുകളിലായി 40 ടീമുകളാണ് 6A സൈഡ് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുത്തത്. US, ഇറ്റലി, കാനഡ, ഖത്തർ, ഒമാൻ, ജർമ്മനി, ബൾഗേറിയ, ജോർജിയ, ലിബിയ, സെർബിയ, ഗ്രീസ്, ബെൽജിയം, സൈപ്രസ്, കുവൈത്ത്, ഇറാഖ്, ബ്രസീൽ, ഈജിപ്ത്, അയർലൻഡ്, കൊളംബിയ, ഇറാൻ, പോളണ്ട്, ഫ്രാൻസ്, തുർക്കി, പാകിസ്ഥാൻ, ഹെയ്ത്തി, മെക്സിക്കോ, ലാത്വിയ, അൽബേനിയ, പെറു, ഓസ്ട്രേലിയ, കസാഖിസ്ഥാൻ, ഇംഗ്ലണ്ട്, റൊമാനിയ, ഉറുഗ്വേ, സുഡാൻ, ക്രൊയേഷ്യ, ഹംഗറി, അർജന്റീന, ടുണീഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ ആദ്യമായാണ് സോക്ക് ലോകകപ്പ് അരങ്ങേറുന്നത്. മത്സരങ്ങൾ വീക്ഷിക്കാൻ വൻ ജനാവലിയാണ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. ടൂർണമെന്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ കുടുംബ സൗഹൃദ, വിനോദ, സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.